ഒരുമിച്ച് എത്തിയിട്ടുണ്ട് കേട്ടാ. വല്ലപ്പോഴും മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നത് അല്ലെ. അതിപ്പോ അപൂർവങ്ങളിൽ അപൂർവമായി തുടങ്ങിയോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടല്ല, ഓണം കഴിഞ്ഞപ്പോഴും നിങ്ങളുടെ തിരക്കുകൾ നിങ്ങളൊന്ന് വിട്ടുമാറിയിട്ടില്ല. ഞങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോ നിങ്ങൾ അറിയിക്കും. ഞങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കാണ്. പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചോ. പടക്കം പൊട്ടിക്ക് കുറെ പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളൊരു മാജിക് ആയിട്ടാ വന്നേക്കണേട്ടാ. നമ്മള് കേട്ടിട്ടുണ്ടാ ഒരാളുടെ തണലില് പ്രകാശിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ സൈഡ് കൂടെ നിന്ന് വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരാളുടെ സപ്പോർട്ടിലാണ് നമ്മൾ വളർന്നു വലുതാവുന്നത്. അപ്പൊ നമ്മൾ കാണുന്നവരെന്ന് വിചാരിക്കും ഓ ആ വ്യക്തി ഭയങ്കരമായിട്ട് വളർന്നു എന്നൊക്കെ. പക്ഷെ അതിന്റെ ബാക്കിലുള്ള ആ ഒരു വിളക്ക് ആരും തിരിച്ചറിയണില്ല. അല്ലേ ലിന്റെ? ഞാനൊരു മാജിക് ഇത് നീ അന്ന് വാങ്ങിച്ച സുനാപ്പിയല്ലേ? ഇവളെന്നെ പുകച്ച് ചാടിക്കാനുള്ള പരിപാടി അത് തോന്നലേട്ടാ. ഇതാണ് നമ്മൾ അന്ന് വാങ്ങിച്ചത് കേട്ടാ. അന്ന് നെസ്റ്റോന്നോ വാങ്ങിച്ചിട്ട് നമ്മള് അല്ല മീഷോന്ന് ഇത് ഒരുപാട് പേര് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട്. അപ്പൊ നമുക്ക് മാജിക് തുടങ്ങിയാലോ? കത്തിച്ചാ നീയേ? കത്തിച്ചു. ഈ ഞാനിതേ വെള്ളം ഒഴിക്കാട്ടാ. അപ്പൊ എന്താണ്ടാവുക? പിന്നെ വെള്ളം ഒഴിച്ചത് കേടില്ലേ? നോക്കിയോക്കെ അതിന് മേലേക്കല്ലേ. അയ്യോ സോറി. അതെന്താന്നറിയോ? ചില തിരികൾ അങ്ങനെയാ. അല്ല, ചില തിരികൾ അങ്ങനെയാ. എത്ര വെള്ളം ഒഴിച്ച് കിടത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ അത് ആളിക്കത്തുള്ളൂ. അത് ചിലവര് അത് അതിന്റെ അതന്നെ ഒട്ടുമിക്ക ആൾക്കാർ അതിനെ ട്രൈ ചെയ്യും. കെടുവോ? ഇല്ല കെടുവോ? കെടുത്തല്ലേ. അയ്യോ നോക്കാം നമുക്ക് എന്താ ഉണ്ടാവും. അത് നോക്കാം. അതെ, ചില തിരികൾ അങ്ങനെയാണ്. നമ്മൾ ഊതിക്കെടുത്തിയാലും അത് കെടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ അതിന് അത്രയും സപ്പോർട്ടായിട്ട് വേറെ ആരോഗ്യമോ ഉണ്ടായിരിക്കും. മനസ്സിലായോ അവർക്ക്? ഇങ്ങനെയുള്ള ഒരു മാജിക്കിലൂടെയാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ കടന്നു പോവാ അല്ലെ? നീ ഇങ്ങോട്ട് നോക്കാണ്ട് മെഴുതി ഉണ്ടോ നോക്കാൻ. ഇപ്പൊ എന്ത് ഭംഗിയല്ലേ? എങ്ങനെയാണെന്നറിയോ? നീ അധികം തല പോയിക്കണ്ട. ഇത് ഇങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ തീരാവുന്ന കേസുള്ളൂ. ചിലവരങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ തണലിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷൈ ചെയ്തു അതന്നെ. അവസാനം അതിന്റെ ഉള്ളില് ഒറിജിനലിനെ കണ്ടുപിടിക്കാനാണ് നമുക്കൊക്കെ പ്രയാസം. ഒറിജിനലിനെ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഓ ഇവരുടെ സപ്പോർട്ടിലായിരുന്നു ഇവരൊക്കെ ഇത്രയധികം പ്രകാശിച്ച് ഇത്രയധികം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് അല്ലേ? അപ്പൊ